പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹത്തിന്റെ പാത്രങ്ങളാക്കി മാറ്റിയിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഉപകരണങ്ങളാക്കി അഭിഷേകം ചെയ്ത് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ആ ഒരൊറ്റ വ്യക്തി മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിലുള്ളത്. ആ വ്യക്തിയിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ച് അവരനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അനുഗ്രഹദാതാവിനെ മറക്കുന്നതുകൊണ്ട്, എന്തിനു വേണ്ടി അനുഗ്രഹം നൽകപ്പെട്ടു എന്നുള്ള കാര്യം മറക്കുന്നതുകൊണ്ട് പലർക്കും അനുഗ്രഹത്തിന്റെ വിശുദ്ധ പാത്രങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അവർ പരാജയപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്ത പലരും ഇതുപോലെ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി മാറേണ്ടതിന് പകരം അവരുടെ സ്വാർത്ഥതയിൽ അഭിരമിച്ചതുകൊണ്ട്, സ്വാർത്ഥതയിൽ വ്യാപരിച്ചതുകൊണ്ട് അവരുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജീവിതം തകർന്നുപോയ ചില ചരിത്ര സംഭവങ്ങൾ ബൈബിളിൽ കാണാം. നിങ്ങളെ ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം വിളിച്ച ചരിത്രം വിവരിച്ചിട്ടുണ്ട്. 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അബ്രാഹത്തിന്റെ കുടുംബ ചരിത്രത്തിന്റെ ചില മേഖലകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, അബ്രാഹത്തിന്റെ അപ്പനായ തേരാഹ്, അബ്രാഹത്തിന്റെ സഹോദരങ്ങൾ ഹാരാൻ, നാഹോർ, ഹാരാന്റെ മക്കൾ മിൽക്ക, ലോത്ത് തുടങ്ങിയവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഹാരാന്റെ മകനായ ലോത്തിനെ മക്കളില്ലാത്ത അബ്രാഹവും സാറായും കൂടി ദത്തെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അബ്രാഹത്തെ ദൈവം ഹാരാനിൽ നിന്ന് വിളിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഊർദേശത്ത് നിന്ന് അപ്പനും സഹോദരങ്ങളെല്ലാവരും കൂടി ഹാരാനിലെത്തി. ഹാരാനിൽ നിന്ന് പിന്നീട് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച അബ്രാഹം കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ആ ദൈവ വിളിയുടെ വെളിച്ചവും അഭിഷേകവും ലഭിച്ച അബ്രാഹം ഒരു നല്ല കാര്യം ചെയ്തു. അപ്പനില്ലാത്ത ലോത്തിനെ, അനാഥനായി തീർന്ന ലോത്തിനെ ദത്തെടുത്തതുപോലെ അവന്റെ കൂടെ കൊണ്ടുപോയി. അതൊരു വലിയ ഔദാര്യത്തിന്റെയും മഹാമനസ്കതയുടെയും വിശുദ്ധമായ ഒരു ജീവിതമുള്ളതിന്റെ തെളിവായിരുന്നു. അങ്ങനെ ലോത്തിനെയും കൂട്ടി സാറായും അബ്രാഹവും പരിവാരങ്ങളും കാനാൻദേശത്തേക്ക് പോകുമ്പോൾ ലോത്തിന്റെ കൂടെയും ആട്ടിൻപറ്റവും അതുപോലെ ഇടയന്മാരും മറ്റു പലരും കൂടെ ഉണ്ടായിരുന്നു എന്ന് കുറച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. 12-ാം അധ്യായത്തിലാണ് അവർ പോകുന്ന കാര്യം പറയുന്നത്. 13-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അതിൽ 1 മുതലുള്ള വചനങ്ങളില്, അബ്രാം ഭാര്യയോടും സ്വന്തമായ സകല സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്നും നെഗബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. എവിടേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി, താമസിക്കാൻ വേണ്ടി, താമസം ഉറപ്പിക്കാൻ വേണ്ടി അനുകൂല സാഹചര്യം തേടി നടക്കുക. ഒരു സ്ഥലത്ത് മറ്റൊരിടത്തേക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും അബ്രാഹം തേടി നടക്കുക. അതിനൊരു കാരണമുണ്ട്. കനാന്യരും പെരിസ്യരും വസിച്ചിരുന്ന നാടാണത്. അപ്പൊ ഈ പെരിസ്യരും കനാന്യരുമുള്ള ഈ നാട്ടില് നാട്ടുകാരിൽ നിന്ന് ശല്യം ഉണ്ടാവരുത്, കുടിക്കാൻ വെള്ളം വേണം, കന്നുകാലികളെ, ആടുമാടുകളെ വളർത്താൻ ആവശ്യമായ വെള്ളവും അവയ്ക്ക് ആവശ്യമായ പുല്ലും കിട്ടുന്ന സ്ഥലമായിരിക്കണം, കൃഷി ചെയ്യണം, തന്റെ അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു അബ്രാഹത്തിന്റെ നോട്ടം. അങ്ങനെ അവിടെ പല സ്ഥലത്തായിട്ട് നടന്നു. അബ്രാം അവിടെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ്
അവനെ വിളിച്ചതിന് ശേഷം വളരെയേറെ കഷ്ടത സഹിച്ച് കാനാൻ ദേശത്തേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ തന്നെ വിളിച്ച കർത്താവിനെ ഇവൻ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവം അവന് വിളി കൊടുത്തത് ഒരു ദൗത്യ നിർവഹണത്തിന്. അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത് ദൗത്യ നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള കൃപയാൽ നിറയാൻ വേണ്ടി. കർത്താവ് എന്നെ പൗരോഹിത്യത്തിലേക്ക്, ഇപ്പൊ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ പൗരോഹിത്യത്തിലേക്ക്, ഈ സിസ്റ്റേഴ്സിനെ സന്യാസത്തിലേക്ക്, നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു. ഇത് ദൈവത്തിന്റെ വിളിയാണെങ്കിൽ ആ വിളിയോട് ചേർന്ന് പോകുന്ന കൃപ വരമായി നമുക്ക് കിട്ടണം. അതിനാണ് ഈ വിളിച്ചപേക്ഷ. വിളിച്ചപേക്ഷ എന്ന് പറയുന്നത് എന്തിനു വിളിച്ചപേക്ഷിക്കണം? തന്നുകൂടെ ദൈവത്തിന്. ദൈവത്തിന് അറിഞ്ഞുകൂടെ എനിക്കിത് ആവശ്യമാണെന്ന്? അവിടെയാണ് നമ്മളൊരു കാര്യം അറിയാനുള്ളത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ആത്മാവും മനസ്സും ശരീരവും ഒക്കെ ഒരുമിച്ച് തുറന്നു കൊടുക്കുന്ന അവസ്ഥയാണ് ഈ വിളിച്ചപേക്ഷ. അപ്പൊ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വേണ്ടി ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയൊക്കെ ദൈവത്തിന്റെ നേരെ തിരിച്ചു വെക്കുകയാണ് വിളിച്ചപേക്ഷയിൽ. എന്തിനു പ്രാർത്ഥിക്കുന്നു അങ്ങനെ? ദൈവം ഇങ്ങോട്ട് കൃപയൊക്കെ തന്നുകൂടെ ദൈവത്തിന്? എന്നൊരു ചോദ്യം നമ്മൾക്ക് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. നമ്മൾ ചോദിക്കാത്ത ദൈവത്തിന് തന്നുകൂടെ? അവിടെ അറിയേണ്ടത് ദൈവം തരുന്നതിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുകയാണ്, അത് സ്വീകരിക്കുകയാണ് വിളിച്ചപേക്ഷയിലൂടെ. അബ്രഹാം അങ്ങനെ ചെയ്തു. അത് നമുക്കൊരു പാഠമാണ്. ദൈവം പൗരോഹിത്യത്തിന്റെ, സന്യാസത്തിന്റെ, കുടുംബജീവിതത്തിന്റെ ജീവിതാന്തസ്തുകളിലേക്ക് വിളിച്ച് വരം തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വരത്തിനോട് ചേർന്ന് പോകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കാൻ വേണ്ടി ദൈവവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുക. വിശ്വാസത്താൽ ദൈവവുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ നമ്മൾ, ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച നമ്മൾ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകണം. അതാണ് വിളിച്ചപേക്ഷിച്ചു എന്ന വചനത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. 5-ാം വചനം ഇനി ശ്രദ്ധേയമായി പഠിക്കണം. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അബ്രാഹത്തിനും സാറായിക്കുമുള്ള സമ്പത്തിന്റെ കൂടെ അവര് ദത്തെടുത്ത ഈ ലോത്തിനുമുണ്ട് ഇതുപോലെ തന്നെ സമ്പത്ത്. അതുവരെ എന്ന് പറഞ്ഞാൽ അവൻ എത്ര പ്രായമായി എന്നിവിടെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറെ സ്വത്തുണ്ടാക്കി. ആട്ടിൻപറ്റങ്ങൾ, അതായിരുന്നു അവന്റെ സമ്പത്ത്. അന്നത്തെ കാലത്ത് ജനങ്ങളുടെ സമ്പത്ത് ഇതിലൊക്കെയാണ് കണക്കൂട്ടുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5-ാം വചനത്തില് ലോത്തിന് ആട്ടിൻപറ്റങ്ങൾ, കന്നുകാലിക്കൂട്ടങ്ങൾ, കൂടാരങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വസിക്കാൻ വേണ്ടി കൂടാരമടിച്ച വസിക്കുക, ടെന്റ് കെട്ടിയിട്ട്. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാനാൻ ദേശം മതിയായില്ല എന്ന് ഒറ്റ വായന നമുക്ക് തോന്നും. പക്ഷേ അവർ തൽക്കാലം വസിക്കുന്ന ഈ പ്രദേശം, അവരെവിടെയാണോ പോയി താമസിക്കുന്നത്, അവൻ നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരം പിടിച്ചു ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെ യാത്ര ചെയ്തു. അവിടെയാണ് ഒരു കൂടാരം പണിതിരിക്കുന്നത്. ആ പ്രദേശം ഇപ്പൊ തികയില്ല, കാനാദേശം തികയില്ലെന്നല്ല പറഞ്ഞത്. അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും ആ നാട്ടിൽ പാർത്തിരുന്നു. അപ്പോൾ ലോത്തിന്റെയും അബ്രാഹത്തിന്റെയും പരിവാരം, അവരുടെ സേവകര്, ജോലിക്കാര്, ഇടയന്മാര്, അവരൊന്നും ഇന്നത്തെ അർത്ഥത്തിൽ പൂർണ്ണമായ അബ്രാഹത്തിനെയും ലോത്തിനെയും പോലെ പൗരാവകാശമോ അധികാരങ്ങളൊന്നുമില്ല. അവരുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ ദാസര് അങ്ങനെയുള്ളവരാണ്. അങ്ങനെ വലിയൊരു സേവകരുടെ സമ്പത്തും ആടിന്റെ സമ്പത്തും കന്നുകാലികളുടെ സമ്പത്തുമൊക്കെയുള്ള അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും 2 കൂട്ടായ്മകൾ ഒരുമിച്ച് വസിക്കാൻ വയ്യാത്ത വിധം അത് വളർന്നു. നമ്മുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കും. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നു. അക്കാലത്ത് ഒരുമിച്ച് കഴിയണം. പരാശ്രയം കുഞ്ഞുങ്ങൾക്ക് ഉണ്ട്. അവര് കൗമാരത്തിലേക്ക് കയറി യൗവനത്തിലെത്തി. അത് കഴിഞ്ഞ് 1, 2, 3 മക്കൾ വിവാഹിതരായി. അവരുടെ ജീവിത പങ്കാളികളെത്തി. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ആദ്യം ഒരുമിച്ചിരുന്നത് പോലെ ഇനിയും ഒരുമിച്ചിരുന്നാൽ മതി എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളിൽ പിന്നീട് ഭിന്നതയും കലഹമുണ്ടായി, മുറിവേറ്റ് പിരിയേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പന് 4 ആൺമക്കളാണ് ഉള്ളത്. അവര് കല്യാണം കഴിച്ച എല്ലാവരും എന്റെ കൂടെ താമസിക്കും. ഞാനും
എന്റെ ഭാര്യയും മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും ഒരുമിച്ച് താമസിക്കും, ഞങ്ങൾ വേർപിരിയില്ല എന്ന് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു. പക്ഷെ ഒന്നാമത്തെ മകള് കല്യാണം കഴിച്ച് ഒരു കൊച്ചായി, രണ്ടാമത്തെ മകന്റെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയായി. അപ്പോ തന്നെ അവിടെ കുറച്ച് തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി. ഞാൻ ആദ്യം അപ്പച്ചൻ എന്നോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം അനുഭവത്തിലൂടെ മനസ്സിലാക്കാനുള്ളതും ജ്ഞാനത്തോടെ ചെയ്യേണ്ടതുമായൊരു കാര്യം, ആ അറിവ് കിട്ടണമെങ്കിൽ കുറച്ച് അനുഭവം വേണം. അനുഭവത്തിലൂടെ കിട്ടുന്ന അറിവിന് കുറച്ചും കൂടി യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ട്. അത് വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പശുവിന്റെ പടം വരച്ചു വെച്ചാൽ ആ പശു പുല്ല് തിന്നില്ല. അത് ആ പുസ്തകത്തിലുള്ള ചിത്രം മാത്രമാണ്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ അറിവിൽ, നമ്മുടെ ബോധ്യത്തിൽ, നമ്മുടെ ധാരണയിലിരിക്കുന്നവ യാഥാർത്ഥ്യവുമായി 100% ബന്ധപ്പെട്ട് കിടക്കണമെന്നില്ല. അതൊരാശയമായിരിക്കാം, ഒരു ചിന്തയായിരിക്കാം, ഒരറിവായിരിക്കാം. അത് അനുഭവത്തിന്റെ തലത്തിൽ വരുമ്പോൾ അങ്ങനെ പോവില്ലായിരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ പറഞ്ഞു പിന്നീട് ഞാൻ തന്നെ ഒരിക്കൽ അവരോട് പറഞ്ഞു, ഞാൻ അറിയാനിട വന്നു. മകന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛന് ഞങ്ങൾക്കൊന്നും തരണ്ട, അച്ഛൻ എന്റെ ഡാഡിയുടെ, എന്റെ അമ്മായിയപ്പന്റെ ക്ലോസ് ഫ്രണ്ടാണെന്നറിയാം, അതുകൊണ്ട് പറയുകയാണ്, പറ്റുമെങ്കിൽ എന്റെ ഭർത്താവും ഞാനും വേറെ മാറി താമസിക്കാൻ അനുവദിക്കുക, വാടക വീടാണെങ്കിൽ അങ്ങനെ. ഞാൻ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, അതാ പെണ്ണ് വന്ന് കുടുംബം കുളമാക്കുകയാണ്. ഞാൻ പറഞ്ഞു, അല്ല, അത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ സംഭവിക്കേണ്ട കാര്യമാണ്. അവസാനം എല്ലാം വഷളായി കഴിഞ്ഞ് ബന്ധങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞാണ് ഈ അപ്പന്റെ പിടിവാശി ഉപേക്ഷിച്ചത്, വേറെ മാറി താമസിച്ചത്. ഇപ്പൊ പുതിയൊരു ശൈലി കൂടെ വന്നിട്ടുണ്ട്. മകന്റെ കല്യാണം നടത്തുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു ഫ്ളാറ്റ്, ഒരു വീട് മകന് മേടിച്ചു കൊടുത്തിരിക്കും. എന്നിട്ട് അവർക്ക് സ്വതന്ത്രമായി ആ വീട്ടിൽ താമസിക്കാം, ഇവിടെയും താമസിക്കാം. അങ്ങനെ വരുമ്പോൾ ആരും അറിയാതെ ഒരു അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ അസ്വസ്ഥയോ വന്നാൽ, ഒരുമിച്ച് പോകാത്തൊരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ എളുപ്പത്തിൽ ആ വീട്ടിലേക്ക് മാറാമല്ലോ. ഇത് ചില വീടുകളിൽ ഇപ്പം നടക്കുന്നുണ്ട്, അത് ഒരു കണക്കിന് നല്ലതുമാണ്. പക്ഷേ അങ്ങനെ എല്ലാവരും ഭിന്നിച്ചു പോകണമെന്നല്ല ഞാൻ പറയും. ഭിന്നിപ്പുണ്ടാകാതെ തന്നെ രണ്ടായി മാറി താമസിക്കാം. അപ്പൻ, മക്കൾ, മരുമക്കൾ, പേരക്കിടാങ്ങളൊക്കെ ആകുമ്പോൾ വേറെ മാറാം. ഇവിടെ അതുപോലൊരു സാഹചര്യം സംജാതമായിരിക്കും. അബ്രഹാം ഞാൻ ഈ പറഞ്ഞ ആശയത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ട് ലൂത്തിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇത് സഹോദരന്മാരല്ലെന്ന് ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാം. അബ്രാഹത്തിന്റെ സഹോദരനായ ഹാരാന്റെ മകനാണിത്. സഹോദരപുത്രൻ സഹോദരനല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പക്ഷേ ഇവിടുത്തെ ഈ ബൈബിളിലെ ഭാഷാ ശൈലിയിൽ സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരപ്പന്റെ അമ്മയുടെയും മക്കൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, കസിൻസിനെയും സഹോദരങ്ങൾ എന്ന് വിളിക്കും. ആ അർത്ഥത്തിലാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കസിൻസ് ആണ്, മാതാവിന്റെ ഔസപിതാവിന്റെ ബന്ധുക്കൾ. ആ യേശുവിന്റെ കസിൻസിനെയാണ് ഇവിടെ സഹോദരന്മാരെന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ്. നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാക്കരുത്. ഒരു സമാധാനപ്രിയനും സൽസ്വഭാവിയും അഭിഷേകമുള്ളവനുമായ അബ്രാഹം, ദൈവത്തിന്റെ വിളിയുടെ അഭിഷേകം കിട്ടിയവനായ അബ്രാഹം ഒരു നല്ല നിർദ്ദേശം കൊടുത്തു. ഇതാ ഈ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അപ്പോ അബ്രാഹം സഹോദരപുത്രന്റെ മുമ്പിൽ ഒരു നല്ല നിർദ്ദേശം വെച്ചു. ഈ കാണുന്ന ദേശമെല്ലാം നമ്മുടെ കൺമുമ്പിൽ, അവിടെ ജബൂസ്യരും പെരീസ്യരും കനാന്യരും അങ്ങനെ പല ഗണത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പല വർഗങ്ങളിൽപ്പെട്ടവര്, വർഗമെന്നല്ല പല വിഭാഗങ്ങളിൽപ്പെട്ടവര്, പല മതവിശ്വാസികളുണ്ട്. അവരൊക്കെ ഉള്ള ഈ നാട്ടില് ദൈവം നമുക്ക് തന്ന വലിയൊരു ഭൂമിയാണിത്. ഇവിടെ ഈ വിശാലമായ ഭൂമിയിൽ നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അവിടെ ശ്രദ്ധിക്കണേ, അന്നത്തെ കാലത്തും പിന്നീടും എപ്പോഴും ഇങ്ങനെ ഒരു വിഭജനത്തിന്റെ, ഒരു ഷെയറിങ്ങിന്റെ, ഒരു പങ്കുവെപ്പിന്റെ അവസ്ഥ വന്നാൽ അതിൽ ആദ്യം തീരുമാനമെടുക്കാനുള്ള അവകാശം ജന്മാവകാശമായി കിട്ടിയിരിക്കുന്ന മൂത്തയാൾക്കാണ്.
മുതിർന്നയാള് മൂത്തയാൾക്കാണ് സെലക്ഷന്, ചൂസ് ചെയ്യാൻ, തെരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ അവകാശം. പക്ഷെ അബ്രാഹം അതും എടുത്തില്ല. ഇത് പല കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 3 സഹോദരങ്ങൾ ഒരു വീട്ടില് ഭയങ്കര അടിവഴക്കമായി സ്വത്ത് തർക്കത്തില്. അപ്പൻ മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. ജ്യേഷ്ഠനാണ് അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത്. അപ്പോൾ ഇവര് 3 പേരും കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും ബിസിനസ് ഉള്ളവരാണ്. കേരളത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അവർക്ക് ബിസിനസ് ഇല്ല. അപ്പോൾ കയറ്റുമതിയൊക്കെ ഉണ്ട്, അവർക്ക് എക്സ്പോർട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ ഭിന്നത പരിഹരിക്കാൻ ജ്യേഷ്ഠന്റെ ഭാര്യയും കൂട്ടി എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വത്ത് വീതിക്കുന്നു എന്നുള്ളത് ഒരു ദൈവികമായ കാര്യം തന്നെയാണ്, തെറ്റൊന്നുമില്ല. കാരണം ഇനി നിങ്ങളുടെ മക്കളുടെ കാലമാകുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും, കോംപ്ലക്സ് ആകും. അതുകൊണ്ട് വീതിക്കണം. ഒത്തിരി നാളത് വീതിക്കാൻ നീട്ടിവെക്കരുത്. പക്ഷേ അത് എങ്ങനെ വീതിക്കും എന്നുള്ള പ്രശ്നം. ആര് വീതിക്കും? ഞാൻ പറഞ്ഞു, 3 സത്യസന്ധമായി ചേട്ടൻ 3 ഡിവൈഡ് ചെയ്യുക. 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഭാര്യയോടോ മക്കളോടോ ഒന്നും ഇതൊന്നും ആലോചിക്കരുത്. 3 ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ 3 സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് മൂത്ത ജ്യേഷ്ഠൻ ആദ്യത്തെ ചാൻസ് എടുക്കരുത്. ഏറ്റവും ഇളയവന് ആദ്യം തെരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കുക. രണ്ടാമത്തെ ആൾക്ക് രണ്ടാമത് കൊടുക്കുക. മൂന്നാമത് 2 പേരും എടുക്കാത്ത ചേട്ടൻ എടുത്തു. ഇങ്ങനെ ചെന്ന് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഇവർ സ്നേഹം മുറിഞ്ഞു പോകാതിരുന്നാൽ മതി. ഭാര്യ നല്ല വിശുദ്ധയായ സ്ത്രീയായിരുന്നു. ഒരു കുടുംബത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള കലഹത്തിന് ഒരു കാരണം ഈ കെട്ടിവരുന്ന പെണ്ണാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ആകണമെന്നില്ല. പക്ഷെ ഇവിടെ ആ സ്ത്രീ പറഞ്ഞു അങ്ങനെ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ ഏറ്റവും ഇളയ ആളോടും നേരെ മൂത്തയാളോടും 2 അനിയന്മാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് കൊച്ചുമാത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്കതിന് വിരോധമില്ല, ഏറ്റവും ഇളയവൻ ആദ്യത്തെ പങ്കെടുത്തോട്ടെ. 3 കുറിയിട്ടു. എന്നിട്ട് ആദ്യത്തെ കുറി എടുത്ത ഇളയന് രണ്ടാമത്തെ ആൾ അടുത്തെടുത്ത് 3ാമത്തെ കിട്ടി. ഒരു ഭിന്നതയില്ല, കലഹമില്ല, തർക്കമില്ല. പക്ഷെ അതിനു മുമ്പ് മക്കളോട് എല്ലാവരോടും ഒന്ന് ആലോചിച്ചൊക്കെ പറഞ്ഞു. മക്കളും പറഞ്ഞു, കൊച്ചുമാത്തച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു ഭിന്നതയും കലഹവും കൂടാതെ വീതിച്ചു എന്ന് മാത്രമല്ല, ബന്ധം മുറിയാതെ സ്വത്ത് പങ്കുവെക്കാൻ പറ്റും. ഇത് അബ്രാഹത്തിന്റെ ശൈലിയാണ്. ദൈവത്തിന്റെ അബ്രാഹത്തിന് കിട്ടിയ ഒരു കൃപയാണ്. നമ്മുടെ ഭൂസ്വത്ത് പങ്കുവെക്കുമ്പോഴും അതുപോലെ നമ്മുടെ ഷെയർ പങ്കുവെക്കുമ്പോഴും ഒക്കെ സ്വാർത്ഥതയിലേക്ക് തിരിയുന്നതിന് കാരണം എനിക്കെല്ലാം വേണം, എനിക്കെല്ലാം കിട്ടണം. അത് വളരെ അപകടം പിടിച്ച് വിഷം നിറഞ്ഞ ഈ തർക്കങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് കെട്ടിവരുന്ന സ്ത്രീ അല്ലെ ആ സഹോദരന്മാരുടെ ഭാര്യമാരെ തീർന്നവരൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ മക്കളിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ, ഈ ആൺകുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തന്നെ ഈ പ്രശ്നം ഉണ്ടായെന്ന് വരാം. പക്ഷേ എനിക്ക് പരിചയമുള്ള ചില കുടുംബങ്ങളിലെ കലഹത്തിന് കാരണം കെട്ടിവന്ന പെണ്ണുങ്ങളത് അവനാ കൂടുതൽ, ഇതാ കൂടുതൽ, അതാ നിറവുള്ളത്, ഇതാ നിറവുള്ളതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറയുന്ന അരക്ഷിതബോധം വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല. എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിലൊരു കാഴ്ച കണ്ടു. ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നു. എന്നിട്ട് പെട്ടി തുറന്ന് സഹോദരിമാരെല്ലാം നിൽക്കുക. 4 പെങ്ങന്മാരുണ്ട്. അതിൽ മൂത്തയാളുടെ ഭർത്താവ് കുറച്ച് കാശ് അങ്ങോട്ട് പോകാൻ നേരത്ത് കുറച്ച് ചെലവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരാണ് ഇതിൽ ആദ്യത്തെ ഷെയർ സ്വീകരിക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് അഴിച്ച് 3 കെട്ടും 3 പാക്കറ്റായിട്ട് ഇയാൾ പൊതിഞ്ഞതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 പേരും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന, അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം അല്ലെ സാധനങ്ങളുടെ സമ്മാനങ്ങളാണ് ഇത് കിട്ടാൻ പോകുന്നത്. അത് 3 പേരിങ്ങനെ വാങ്ങിയിട്ട് ആരും അവരുടെ പാക്കറ്റ് നോക്കുന്നില്ല. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി നിൽക്കുക. അയാൾക്ക് എന്താ കിട്ടിയത് നോക്കി നിൽക്കുന്നത്. ഞാൻ ഉറക്കെ ഒരു തിരിച്ചു പറഞ്ഞു, എന്റെ സഹോദരിമാരെ, ഏറി വന്നാൽ 1-2 വർഷം നീണ്ടു നിൽക്കുന്ന വസ്ത്രമോ കുറച്ച് പെർഫ്യൂമോ പൗഡറോ ഇതൊക്കെയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാനിതിന് പിന്നെയും കളിയാക്കിയപ്പം ഭക്ഷണ സമയത്ത് ഈ സഹോദരിമാർ 3 പേരും കൂടെ പറഞ്ഞു, അച്ഛനിതെല്ലാം പറയാം, അച്ഛന്മാർക്കൊന്നും ഒരു ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, അന്നെനിക്കിങ്ങനെ ആരുടെ അടുത്ത് കിട്ടുന്ന കാലമില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കിട്ടുന്നില്ല, അത് ഞാൻ പോട്ടയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആരും അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയുക, നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നല്ല നിങ്ങൾ നോക്കിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നോക്കിയത്. അപ്പോൾ മൂത്ത മകന്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നോട് ഒറ്റയ്ക്ക് വിളിച്ചു പറയാ, എന്നാലും അവന് കുറച്ചും കൂടെ മനസാക്ഷി കാണിക്കായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അങ്ങോട്ട് പോകാൻ കാശ് എന്റെ കെട്ടിയോൻ കൊടുക്കണം, തിരിച്ചു വന്നപ്പം എല്ലാവർക്കും തുല്യം.
ഞാൻ പറഞ്ഞു, അതല്ലേ മോളെ നല്ലത്, അതല്ലേ സഹോദരി നല്ലത്, തുല്യമായിട്ട് കൊടുത്ത തർക്കമില്ലല്ലോ, എന്തിനാണ് ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കുന്നത്? നോയ്ഷറ്റിൽ വെച്ച്, ഞാൻ നോയ്ഷറ്റിലായിരുന്ന കാലത്ത് തണുപ്പ് കാലത്ത് ഒരു ഓവർകോട്ട് വയനാട്ടിൽ ധരിക്കാൻ ഞങ്ങളുടെ നോയിസ് മാസ്റ്റർ അച്ഛൻ അനുവദിക്കും. അന്നത്തെ ഞങ്ങളുടെ നോയിസ് മാസ്റ്റർ അച്ഛന്റെ പേര് സെബാസ്റ്റ്യൻ ചെറുവള്ളാത്തെന്നാണ്. അദ്ദേഹം ഈ കോട്ട് എല്ലാം അങ്ങോട്ട് മേശപ്പുറത്തേക്ക് ഇട്ടു. ഓരോരുത്തരും എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ആദ്യം തന്നെ അച്ഛൻ ഒരു 2 എണ്ണം എടുത്തങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് നിങ്ങളെല്ലാവരും എടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും ചാടി വീണ് അതിവിടെയൊക്കെ പെറുക്കി. ഒരാള് തോമസ് കൊളേക്കൊന്തൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ കൂടെ എന്റെ സെമിനാരിലുണ്ട്. അയാൾ അവിടെ അനങ്ങാൻ നിൽപ്പുണ്ട്. എന്താ ബ്രദർ എടുക്കാത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, എല്ലാവരും എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് എനിക്ക് മതി എന്ന് പറഞ്ഞു. ഉടനടി നോയിസ് മാസ്റ്റർ അച്ഛൻ സെബാസ്റ്റ്യൻ ചെറുവള്ളാത്തച്ഛൻ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഏറ്റവും നല്ല പീസ് എടുത്ത് ആ ബ്രദറിന്റെ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞങ്ങൾക്കൊക്കെ ഒരു പാഠമായിരുന്നു. ഞാൻ ഉരുട്ടിപ്പിടുത്തത്തിനൊന്നും പോയില്ല കേട്ടോ. ഞാനവിടെ എന്റെ മുമ്പിൽ ആദ്യം എന്റെ കൈ തൊട്ട ഞാൻ എടുത്തതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യം ഏറ്റവും നല്ലത് തപ്പി എടുത്ത ആളുടെ ഈ കോട്ടിന്റെ ഒരു പ്രത്യേകത, വിദേശത്ത് നിന്ന് വന്നപ്പോൾ കിട്ടിയ കോട്ട് അവിടെ ഉണ്ടായിരുന്നത് പഴയതൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്, തണുപ്പ് അകറ്റാനുള്ളതാണ്. അതിന്റെ കഷം കുറച്ച് കീറിയതായിരുന്നു. ഏറ്റവും നല്ലതെന്ന് കരുതി എടുത്തത് ഏറ്റവും മോശമായിരുന്നു. എനിക്ക് ഏറ്റവും പഴയത് മതി, അവസാനത്തെ മതി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കിട്ടുകയും ചെയ്തു. നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടട്ടെ, നല്ലത് കിട്ടട്ടെ, അത് എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുമ്പോഴാണ് അഭിഷേകം വരിക. അബ്രാഹാം അത് ചെയ്തു. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. 12-ാം വചനം. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. അടുത്ത വചനം 13. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മഹാപാപികളുമായിരുന്നു. അതായത് അബ്രാഹം പോയത് മരുഭൂമിയിലേക്കാണ്. ഫലപുഷ്ടിയുള്ള മണ്ണുമല്ല, ജലപുഷ്ടിയുള്ള സ്ഥലമല്ല. ജോർദാന്റെ സമതലമാണ് ലോത്ത് തെരഞ്ഞെടുത്തത്. അവിടെ ജലപുഷ്ടിയുണ്ട്, ഫലപുഷ്ടിയുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്. ഈ ഭൗതികമായ ലൗകികമായ സമൃദ്ധിയുടെ പച്ചപ്പിലേക്ക് ലോത്ത് ഇറങ്ങിയെങ്കിലും അതൊരു നാശത്തിലേക്കുള്ള ഇറക്കമായിരുന്നു. പിന്നീട് സോദോം ഗൊമോറയിലെ പാപം പെരുകി 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 സ്വവർഗരതിയുടെ ഭീകരമുഖഭാവവുമായി അവതരിക്കുന്നത് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. സോദോമിന്റെ പാപത്തെക്കുറിച്ച് പറയുന്നത് ദൈവദൂതന്മാര് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ ജനങ്ങളുടെ നിലവിളി കേട്ടു. ഉൽപ്പത്തി 18:21 പറയുകയാണ്, 20 മുതലുള്ള വചനങ്ങള്. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരമാണ്. അതിനാൽ അവരുടെ പ്രവർത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. എന്നിട്ട് ആ ഡയസ് നശിപ്പിക്കാൻ വേണ്ടി അബ്രാഹത്തോട് ദൈവം പറയുക. ദൈവത്തിന്റെ ദൂതന്മാർ അങ്ങോട്ട് ചെന്നു. ഒരുപക്ഷെ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതുമാകാം. അപ്പൊ ഈ ദൈവദൂതന്മാർ ചെന്നപ്പോഴേക്ക് ആ പ്രദേശത്തെ ജനങ്ങള് എന്ത് ചെയ്യുന്നറിയോ? ലോത്തിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ അതിഥികളെ അവർക്ക് വേണം. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്തിന്റെ കൂടെ വന്നിരിക്കുന്ന ഇവരെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്തിനെ കണ്ടു, ലോത്തിന്റെ വീട്ടിൽ കയറി. അപ്പോഴാണ് ആ നാട്ടിലെ പുരുഷന്മാര് പറയുന്നത്, ഈ ദൈവപുരുഷന്മാർ അല്ലെങ്കിൽ ദൂതന്മാരായ 2 പേര് ഞങ്ങൾക്ക് തരിക. സ്വവർഗരതിക്ക് വേണ്ടി അവർ ഡിമാൻഡ് ചെയ്യുക. സ്വവർഗരതി എന്ന പാപത്തിന്റെ ആദ്യ വിവരണം ബൈബിളിൽ നമ്മൾ കാണുകയാണ്. ഇത് റോമാലേഖനം 1-ാം അധ്യായത്തില് 24 മുതൽ 32 വരെയുള്ള വചനങ്ങളില് മരണശിക്ഷാർഹമായ പാപമാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തില് മരണശിക്ഷാർഹമായ പാപമാണ് ഇത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ മനുഷ്യത്തിന്മയെക്കുറിച്ച് പറഞ്ഞ് 24 മുതലാണ് സ്വവർഗരതിയെക്കുറിച്ച് പറഞ്ഞ് 32 വരെ. അത് മരണശിക്ഷാർഹമായ പാപമാണ്. അങ്ങനെയുള്ള പാപത്തിൽ ചെയ്തെന്ന
ആ നാട്ടിലെ പുരുഷന്മാരാണ് ദൈവപുരുഷന്മാരെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് ദൈവം ലോത്തിനോടും ഭാര്യയോടും 2 പെൺമക്കളോടും ഒരു കാര്യം പറഞ്ഞു. ഈ പെൺമക്കളെ കെട്ടാനുള്ള ആൺപിള്ളേരോടും പറയുക, നാട് വിട്ടുപോക്കുവോ, ഇവിടെ ഇപ്പോൾ നശിപ്പിക്കാൻ പോവുക. പക്ഷേ ലോത്തിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടേണ്ട ഭാര്യയ്ക്ക് അതിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് അവിടുത്തെ പച്ചപ്പും സമൃദ്ധിയും ആ പാപത്തിന്റെ അവസ്ഥയൊന്നും അവളെ കാര്യമാക്കിയില്ല. അതൊന്നും പ്രശ്നമല്ല. ഇവിടെ സമൃദ്ധിയുണ്ട്, ഇവിടെ സുഖഭോഗങ്ങളിൽ അല്ലെങ്കിൽ സുഖത്തിനുള്ള കാര്യങ്ങൾ കൂടുതലുണ്ട്. ഇവിടുന്ന് പോയ ഇൻസെക്യൂരിറ്റിയാണ്, എങ്ങോട്ട് പോകും? അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. പക്ഷേ ഈ ലോത്ത് ഇവരെ ഭാര്യയും മക്കളെ കൈപിടിച്ചുകൊണ്ട് അങ്ങ് പോവുക, ദൂരേക്ക് പോവുകയാണ്. ദൈവം തീയും ഗന്ധകമൊക്കെ നശിപ്പിക്കുന്ന നാട്ടിൽ നിന്ന് ഓടിയകലാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെൺമക്കളെ വിവാഹം കഴിക്കാനുള്ള ആൺപിള്ളേര് കളിയാക്കി, ഇത് തമാശയായിട്ട് എടുത്തു. അവര് പോയില്ല. അവസാനം ലോത്തും ഭാര്യയും 2 പെൺമക്കളും ഓടി. പക്ഷേ ഭാര്യ അവരുടെ കൂടെ ചെന്നില്ല, അവിടെ തന്നെ നിന്നു. അവൾ ആ നാശത്തിന് ഒഴിഞ്ഞിട്ട ഭൂമിയിൽ വെച്ച് നാശമടഞ്ഞു എന്നാണ് അവൾ ഉപ്പുതൂണ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയവും ധ്യാന വിഷയവും. ലോത്ത് അബ്രാഹത്തോട് ചെയ്ത് ശരിയായിരുന്നു. അബ്രാഹം ഇവന്റെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന് അവസരം കൊടുത്തപ്പോൾ നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. വൃദ്ധനായ തന്നയ്ക്ക് അപ്പനെ പോലെ ആയി തീർന്ന അബ്രാഹമിന് കൂടുതൽ സുഖമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അബ്രാഹത്തിനെ അങ്ങോട്ട് വിടുകയല്ലേ വേണ്ടത്. പക്ഷെ അവനെന്ത് നോക്കി? അവന് സുഖവും സുരക്ഷിതത്വവും സമൃദ്ധിയും നൽകുന്നതെന്തോ അത് അവന് വേണം. ഇത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഭൂമി വീതം വെക്കുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖല ഇടപെടുമ്പോഴും ലോത്തിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് പിന്നീട് നമുക്ക് തന്നെ നാശമായിട്ട് തീരും. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണടച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. കാരുണ്യവാനായ ഈശോയെ, രക്ഷകനായ ഈശോയെ, ലോകവും ലോകത്തിന്റെ സമ്പത്തും സുഖഭോഗങ്ങളും സമൃദ്ധിയും ഞങ്ങളുടെ ആത്മാവിൽ വിഗ്രഹമായി കയറാതിരിക്കാൻ, മനസ്സിൽ അതിനോടുള്ള താല്പര്യം ഉറഞ്ഞുകൂടാതിരിക്കാൻ, സ്വർഗീയ കാര്യങ്ങളിൽ, ദൈവീക നന്മകളിൽ, ദൈവാനുഗ്രഹങ്ങളിൽ മനസ്സും ഹൃദയം ഉറപ്പിക്കുവാൻ അനുഗ്രഹം തരണമേ. സമ്പത്തിനു വേണ്ടി ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന, അഴിഞ്ഞു പോകുന്ന ഭൗതിക സമ്പത്തിനു വേണ്ടി, അതിലൂടെയുള്ള സമൃദ്ധിക്കു വേണ്ടി, അങ്ങനെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന, കേസുണ്ടാക്കുന്ന, കലഹമുണ്ടാക്കുന്ന എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ലൗകിക സമ്പത്ത്, ലോകത്തിലെ സുഖഭോഗങ്ങൾ, അതിനോടുള്ള അമിതമായ താല്പര്യത്തിൽ നിന്നും അതിന്റെ സ്വാധീന ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഭൗതിക സമ്പത്തിനോടും സുഖഭോഗങ്ങളോടും നേട്ടങ്ങളോടുള്ള ഹൃദയത്തിലെ, മനസ്സിലെ വലിയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. അതിനുള്ള വലിയ ദാഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. സ്വർഗീയ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ, സ്വർഗീയ നേട്ടങ്ങളിൽ മനസ്സും ഹൃദയം ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോട് കൃപ നൽകണേ കർത്താവേ. എല്ലാ തിന്മകളെ വേര് പറിച്ചു കളയണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.